ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കമ്മ്യൂണിസ്റ്റുകാർക്കല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനുമല്ല, പ്രശ്നം മറ്റു ചിലർക്കാണ്. രാഷ്ട്രീയ വിരോധമൊക്കെ കൊള്ളാം, പക്ഷേ അത് അതിര് കടന്നു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അല്ല മാഷേ, വീണയ്ക്ക് മുഹമ്മദ് റിയാസിന് ഇഷ്ടമാണ്, മുഹമ്മദ് റിയാസിന് വീണയ്ക്ക് ഇഷ്ടമാണ്. തൻ്റെ മകളെ ഒരു മുസ്ലിമിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറാണ്. പിന്നെ നിങ്ങൾക്കെന്തിനാണ് ഈ കുരുപൊട്ടൽ നാടകം? അതൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി. അത് ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി. നിലവിലെ ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ആ അവസ്ഥകളോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ മഹാ തീരുമാനത്തെ ഒന്ന് കൂട്ടി വായിച്ച്, എത്ര മനോഹരമായ, ഗംഭീരമായ, ആർജവമുള്ള, നട്ടലുള്ള ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ടിട്ടുള്ളത്. ആ തീരുമാനത്തിന് ബിഗ് സല്യൂട്ട് അടിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഈ രാജ്യത്ത് നിലവിൽ ഒരു മുസൽമാന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ, ഒരു മുസൽമാന്റെ രൂപത്തോട് പ്രഥമ ദൃഷ്ടിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സാമ്യം തോന്നിക്കഴിഞ്ഞാൽ അയാളെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കും. സംഭവം ഉത്തരേന്ത്യയിൽ നടന്നു കഴിഞ്ഞിട്ട് പോലീസുകാർ എന്താണ് പിന്നീട് പറഞ്ഞത്? ഞങ്ങൾക്ക് അയാളെ കാണുമ്പോൾ തോന്നിയത് ഒരു മുസ്ലിമാണ് എന്നുള്ളതാണ്. ഒരു ഡോക്ടറായ ഒരു ഹൈന്ദവ മതവിശ്വാസിയെയാണ് ഉത്തരേന്ത്യയിൽ പോലീസുകാർ ഈ രീതിയിൽ തല്ലിച്ചതച്ചത്. ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ നാടുകടത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്ര ഭരണകൂടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പശുവിൻ്റെ പേരിലായാലും ഇനി എന്ത് നിസ്സാര കാര്യത്തിൻ്റെ പേരിലായാലും മുസ്ലിങ്ങളെ തേടി പിടിച്ച് വേട്ടയാടുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ സ്വന്തം മകളെ ഒരു മുസൽമാന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ധീരത കാണിച്ച പിണറായി വിജയന്റെ ആ ചങ്കൂറ്റത്തെ അത്ര നിസ്സാരമായി കാണേണ്ടതില്ല. മതപരമായി ചിലപ്പോൾ പണ്ഡിതന്മാരുടെ കണക്കുകൾ അനുസരിച്ചിട്ട് അത് ചിലപ്പോൾ മതത്തിനെതിരായിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇത്തരം നിലപാടുകൾ കാഴ്ചവെക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അമിത്ഷാക്കും നരേന്ദ്രമോദിക്കുമെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. മതപരമായിട്ട് ചിലപ്പോൾ അല്ലായിരിക്കാം. മുഹമ്മദ് റിയാസ് 5 നേരം നമസ്കരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് പണ്ഡിതന്മാരോട് മസലകൾ അഥവാ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ, അതല്ല വിഷയം. മറിച്ച് മുഹമ്മദ് റിയാസ് മുസ്ലിം അല്ല, മുസൽമാനല്ല, മുഹമ്മദ് റിയാസ് ഇസ്ലാം മതവിശ്വാസി അല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ലല്ലോ. ആ സാഹചര്യത്തിൽ പ്രഥമ ദൃഷ്ടിയാലും അല്ലെങ്കിലും റിയാസ് ഒരു മുസ്ലിം തന്നെയാണ്. അങ്ങനെ ഒരു മുസ്ലിമിന് തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ധീരത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യം നേരിടുന്ന മുസ്ലിം വിരോധത്തിന് ശക്തമായ തിരിച്ചടി തന്നെയാണ്. ഇതുപോലെയുള്ള ആർജവമുള്ള മുഖ്യമന്ത്രിമാർ ഇനിയും ജനിക്കട്ടെ. മതപരമായിട്ടല്ല ഞാൻ ഇക്കാര്യം പറഞ്ഞത്, മറിച്ച് രാഷ്ട്രീയപരമായിട്ടാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും, നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.